ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ആൾ എന്നതും എനേബിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്, അത് അൺലിമിറ്റഡ് നിങ്ങൾക്ക് paytm ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമ്പം സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വന്നിട്ട് ജസ്റ്റ് ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്നോടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഫസ്റ്റ് ടൈം നിങ്ങൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയും നിങ്ങളുടെ ജിമെയിൽ വഴിയും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ജിമെയിൽ വെച്ചാണ് അക്കൗണ്ട് എടുക്കുന്നത്. അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഐ ഹാവ് എ റീഡ് ആൻഡ് എഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ എഗ്രി ചെയ്യുന്നതിനായിട്ട് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ, ഏതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ജിമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ജിമെയിൽസ് എല്ലാം കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേന് നിങ്ങൾക്ക് അവിടെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ജിമെയിൽ ഐ ഡി വെച്ച് ഫേസ്ബുക്ക് വഴിയോ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നത് എൻ്റർ എ റെഫറൽ കോഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ റെഫറൽ കോഡ് ഇവിടെ എൻ്റർ ചെയ്യണം. ഈ ഒരു റെഫറൽ കോഡ് നമ്മൾ ഈ സ്ക്രീനിലും അതേപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെഫറൽ കോഡ് തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെഫറൽ കോഡ് എന്തുവെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എക്സ് അടിക്കുക, പിന്നെ നിങ്ങൾ കെ അടിക്കുക. എല്ലാം സ്മാൾ ലെറ്റർ തന്നെയാണ്. എക്സ് കെ സി ബി. അതിനുശേഷം നിങ്ങൾ നമ്പറിൽ 5 അടിക്കുക. അതിനുശേഷം നിങ്ങൾ എച്ച് അടിക്കുക. അതിന് വീണ്ടും നിങ്ങൾ നമ്പറിൽ 6 അടിക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും സ്മാൾ ലെറ്ററിൽ തന്നെ ഇ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മേളിൽ ലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് ഒരു 100 പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ മണി ഏൺ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഹോമിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് റിവാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് റെഫറൽ കോഡ് ഒക്കെ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 100 പോയിൻറ്റ് കിട്ടിയിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 700 പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 രൂപയായിട്ട് നിങ്ങളുടെ പേടിഎം വാലറ്റിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന റെഫർ ആൻഡ് ഏൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിവൈസിൽ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഏൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ റെഫറൻസി കോഡ് എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ കോഡും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പർക്കും എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നിങ്ങളുടെ ലിങ്ക് വഴി അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നിങ്ങൾക്കും ഒരു 100 പോയിൻറ്റ് കിട്ടും. അപ്പോൾ അവർക്കും ഒരു 100 പോയിൻറ്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് 700 പോയിൻ്റ് ആകുമ്പം നിങ്ങളുടെ പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലോട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തരാം. മിനിമം വിഡ്രോ 2 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിവിടെ പേയ്മെൻറ്റ് എവിടെ നിന്ന് വന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ബർത്ത്ഡേ വിഷസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടുന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കണക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു ഗൂഗിൾ ID സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ആൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് മണി ഏൺ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ആർട്സ് കാണാം. ഓരോ വേർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ സെൻറ്റൻസ് പോലെ ഇങ്ങനെ എഴുതിയേക്കുന്നതാണ്. നിങ്ങൾ ഫസ്റ്റിലെ തൈ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ഫസ്റ്റിലത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങളൊരു 3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിലോട്ട് ഒരു ആഡ്സ് വരും. ആ ഒരു ആഡ്സ് കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും പേയ്മെൻറ്റ് കിട്ടുന്നത്. സോ ഗൈസ്, ഇപ്പോൾ ഇതിനെന്തോ ഒരു സെർവർ എറർ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ആഡ്സ് ഒന്നും വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഗൈസ്, ഇപ്പോൾ നമുക്കിവിടെ ആഡ്സ് ലഭിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു ആഡ്സ് വരും. ഇങ്ങനെ ഒരു ആഡ്സ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ആഡ്സ് കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് ബോണസ് ആഡഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അങ്ങനെ എഴുതി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ വിഡ്രോ ബോണസ് ആഡഡ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ അടിച്ചതിൻ്റെ പ്രൂഫും കൂടി കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് paytm കിട്ടിയ പ്രൂഫ് കാണിച്ചു തന്നു. അതിനുശേഷം നിങ്ങൾക്ക് വാലറ്റിൽ പ്രൂഫ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റെഡീം ഹിസ്റ്ററി നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ 35 കോയിൻ അവൈലബിൾ ആയിട്ടുള്ളൂ. മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ 2 രൂപ. അതായത് 200 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപയായിട്ട് നിങ്ങളുടെ paytm വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെ. അപ്പോൾ നമുക്ക് റെഡീം ഹിസ്റ്ററി ഇപ്പം നിങ്ങൾക്ക് സക്സസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അത് 200 കോയിൻ 2. അപ്പോൾ ഞാൻ ഇത് 27-ാം തീയതിയാണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ എനിക്ക് 28-ാം തീയതി, അതായത് ഇന്നായപ്പോഴത്തേനും പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് 24 മണിക്കൂർ കഴിയുമ്പോഴേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. അതുകൊണ്ട് അപ്പം വരെ പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് കളറിലായിരിക്കും കാണാൻ ശേഷം നിങ്ങൾക്ക് വിഡ്രോ ആയതിനു ശേഷം ഇവിടെ സക്സസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് റെഡീം ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ 35 കോയിനേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കോയിൻ, അതായത് 200 കോയിൻ ആയാൽ തന്നെ നിങ്ങൾ റെഡീം എന്നോടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ paytm വാലറ്റിലേക്കും അതേപോലെ നിങ്ങൾക്ക് ഫ്രീ ഫയറിലേക്കും വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം paytm-ലേക്കായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് 200 രൂപ 2 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റൂ. പിന്നെ മുതൽ നിങ്ങൾക്ക് 20 രൂപ ആയാൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് 120 രൂപ വരെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക.